ഹലോ, അപ്പം നമ്മൾ ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം കാലിഞ്ചിൽ ഫോൾഡ് വശത്ത് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരച്ചിടുക. അത് നമുക്ക് ഹുക്ക് വെക്കാനുള്ള പട്ടയുടെ തയ്യൽ തുമ്പിനായിട്ടാണ് നമ്മൾ ആ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ആം ഹോള്, ഷോൾഡർ, അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത്, ഇതെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കഴുത്തിറക്കം, ഫ്രണ്ട് കഴുത്തിറക്കം ഒരു 5.5 നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം അരയിഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കഴുത്തിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇനി താഴത്തെ വിരിവ് ഞാനൊരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. മുകളിലത്തെ നമ്മുടെ കഴുത്തിന്റെ അകലം എന്ന് പറയുന്നത് 2.25 അപ്പോൾ നമ്മളൊരു 2.25 ഒപ്പം ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് വിരിവാണ് നമ്മൾ താഴെ വശത്ത്, കഴുത്തിന്റെ താഴെ വശത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിൽ നമ്മൾ വിരിവ് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴെ വശത്ത് കഴുത്തകലം എന്ന് പറയുന്നത് 2.25. അതെപ്പോഴും ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആ കൂട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് ഭയങ്കരമായിട്ട് ഇടുങ്ങിപ്പോയാൽ ബ്ലൗസ് ഇടുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യലാണ്. നമുക്ക് എത്രയാണോ ബെസ്റ്റ് പോയിന്റിന്റെ ഇറക്കം വരുന്നത് അതിൻ്റെ ഒപ്പം അരയിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. 9.5 ഇഞ്ചാണ് എൻ്റെ ബെസ്റ്റ് പോയിന്റിന്റെ ഇറക്കം എന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം ആഡ് ചെയ്തിട്ട് എടുക്കുന്നു. ഇനി പിന്നെ ഇവിടെ ഈ വരുന്ന അകലം എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് പോയിന്റിന്റെ വിഡ്ത്ത് ആണ്. അത് നോർമൽ ഒരു 34-36 സൈസ് ഉള്ളവർക്കൊക്കെ ഒരു 3.5 ഇഞ്ചാണ് വരുന്നത്. നല്ല വണ്ണമുള്ളവർക്കാണ് ഒരു 4 ഇഞ്ച് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 3.5 ഇഞ്ച് അകലം എവിടെയാണോ വരുന്നത് നോക്കുക. പ്ലസ് നമ്മുടെ 1/4 ഇഞ്ച് അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു 3.25 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ പോയിന്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി എനിക്ക് പട്ട തുടങ്ങുന്നത്, നമുക്കൊരു പട്ട ബ്ലൗസിന് എപ്പോഴും ഒരു പട്ട ഉണ്ടാവുമല്ലോ, ആ പട്ട തുടങ്ങുന്ന ആ ഒരു ഇറക്കം എന്ന് പറയുന്നത് എൻ്റെ 12 ഇഞ്ചാണ്. അപ്പൊ ആ 12 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 12 ഇഞ്ചും അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 13 ഇഞ്ച് നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചിടുക. അപ്പൊ 12 ഇഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കുക, അതുപോലെ തന്നെ 13 ഇഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു അളവ് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മെയിൻ പോയിന്റ് ഉണ്ടല്ലോ, ബെസ്റ്റ് പോയിന്റ്, അവിടെ നിന്നും താഴത്തേക്ക് നമുക്കൊരു 3 ഇഞ്ചായിരിക്കും ഇറക്കം എന്തായാലും നമുക്ക് വരും. അപ്പൊ നമുക്ക് ഒരു അളവ് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ക്ലിയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പോയിന്റ് താഴത്തേക്ക് നീട്ടി വരച്ചു കൊടുക്കാം. ഇത്രയും മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ 12 ഇഞ്ചിൽ ആദ്യം ഒരു ലൈൻ വരച്ചിട്ടില്ലേ, അതിന്റെ മുകളിലേക്ക് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 12ന്റെ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ മെയിൻ ടക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 1 ഇഞ്ചും 1 ഇഞ്ചുമാണ് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചതിന് ശേഷം ആ 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത പോയിന്റും ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ എൻഡിങ് വരുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് എത്രയാണോ വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് തരാം, പ്ലസ് തയ്യൽ തുമ്പും. ഇനി ഞാൻ താഴത്തെ ഈ വീതി എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെയും തയ്യൽ തുമ്പിന്റെയും അതിന്റെ ഒപ്പം ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ, നമ്മളിപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ ഒപ്പം ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ടക്ക് പിടിക്കും. ഞാനിപ്പോൾ മെയിൻ ടക്ക് ഇവിടെ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് അങ്ങനെ 2 ഇഞ്ചാണ്. അപ്പൊ ഞാനൊരു 1.5 ഇഞ്ചെങ്കിലും തുണി അങ്ങോട്ട് കുറച്ച് കയറ്റിയിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം വരച്ച 12ന്റെ മുകളിലേക്ക് നേരത്തെ 1 ഇഞ്ചിന്റെ പോയിന്റ് വരച്ച പോലെ ഇവിടെ ഞാനൊരു 3/4 ഇഞ്ചിന്റെ പോയിന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ സ്ലോപ്പ് വരച്ചതിന് ശേഷം നമുക്ക് ആ ട്രയാങ്കിൾ ഷേപ്പിന്റെ അവിടേക്ക് നമുക്ക് നേരത്തെ ചെയ്ത പോലെ മുട്ടിച്ചു കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമുക്ക് ബാക്കിയുള്ള 3 ടക്കുകളും കൂടി മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ആ ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് വന്ന ഭാഗവും നെക്കിന്റെ ഭാഗവും ആ ഒരു ലൈനിന്റെ സെന്റർ മാർക്ക് ചെയ്തു, അവിടെ ഒരു പോയിന്റ് ഇട്ടു. അതിനുശേഷം ഈ ടക്കിന്റെ അകലം എന്ന് പറയുന്നത് 1.5 ഇഞ്ച്. ആ 1.5 ഇഞ്ച് മെയിൻ ടക്കിൽ നിന്നും ആ പോയിന്റിന്റെ ഒരു അകലം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ അവിടെ ഒരു പോയിന്റ് വരച്ചു. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 1.5 ഇഞ്ച് ടക്കിന്റെ അകലം വെച്ച് ഞാനൊരു ലൈൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്തേക്ക് വരുന്ന ടക്കിന്റെ ആ ഒരു ടക്കിന്റെ അകലം എന്ന് പറയുന്നത് 2 ഇഞ്ച് ആയിരിക്കും. എപ്പോഴും അവിടുത്തെ അകലം ഈ മെയിൻ ടക്കും ആ ഒരു അങ്ങോട്ടുള്ള അകലം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അത് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തു. ഇത്രയും ചെയ്തതിനു ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
വിട്ടുപോയ കാര്യമാണ്, നമ്മുടെ ആം ഹോളിന്റെ അവിടെ ഫ്രണ്ട് പോർഷനിൽ എപ്പോഴും നമ്മൾ 1/4 ഇഞ്ച് കുഴിച്ചു വെട്ടും. അപ്പോൾ ആ ഒരു കുഴിച്ചു വെട്ടല് നമ്മളിവിടെ ഒരു 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ബാക്ക് വെച്ചിട്ടാണ് ആം ഹോളൊക്കെ ട്രേസ് എടുത്തിരുന്നത്. അപ്പൊ അതിൽ നിന്നും ഒരു 1/4 ഇഞ്ചും കൂടി കയറ്റി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് ഈ പോയിന്റുകൾ അപ്പുറത്തെ സൈഡിലോട്ടും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ആ ചോക്കിന്റെ പൊടി നമുക്കൊന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ പോയിന്റുകൾ നമുക്ക് അവിടെ കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് ചോക്ക് കൊണ്ട് ആ ലൈനുകളും കൂടി നമുക്കൊന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഫോൾഡ് വശം നമ്മളൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഷോൾഡർ ഒന്നും നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഷോൾഡർ ഒരു 1/4 ഇഞ്ചിന് നമ്മുടെ നെക്കിന്റെ സൈഡിലോട്ടൊന്ന് 1/4 ഇഞ്ച് ഇവിടെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഫ്രണ്ട് പോർഷന്റെ നമുക്കിനി പട്ടയാണ് ഇനി അടുത്തതായിട്ട് വെട്ടാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.